നമുക്കൊരു തേടിൻ്റെ തല നമുക്ക് കറി വെക്കുന്ന പച്ചക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് ഉള്ള മസാലകൾ ചേർത്ത് ഞാനിപ്പോൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ ഉലുവായും, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ അരപ്പിലേക്ക് ഇനിയും കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ഒരു ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇങ്ങനെ നടുവേ കീറിയിട്ട് ഇടാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള മുളകും തക്കാളിയും കൂടെ നമ്മൾ ഈ സമയത്ത് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ കറി ലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൊടംപുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ ആവശ്യമായിരിക്കും ഉപ്പിൻ്റെ അളവ്. അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മീനും കൂടെ ചേർക്കാം. നമ്മുടെ തല ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിൽ നല്ല നെയ്യുണ്ട്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്ന് എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഈ തേങ്ങ അരച്ചപ്പോൾ ഞാൻ ഒരു 5-6 കൊച്ചുള്ളി കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കൊച്ചുള്ളിയാണ് ഇതിന് ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അത് മറക്കരുത്. അതും കൂടെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീൻകറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുക് വറക്കാനുള്ളതെല്ലാം റെഡിയാക്കുവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കാരണം നമ്മൾ നേരത്തെ പച്ചക്കറി വെക്കാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ഈ സമയത്താണ് നമ്മൾ കടുക് താളിക്കുന്ന സമയത്താണ് ഈ എണ്ണ മാത്രമേ നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നമ്മൾ കടുക് പൊട്ടിക്കുന്നതും. പിന്നെ നമ്മൾ ഇതിലേക്ക് സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെയല്ല, നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. വേറൊരു രീതിയിലാണ്. കടുക്, കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറി ലീവ്സ്, ഇനി ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്.
നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില. നമ്മുടെ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.